ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 വണ്ടി. അത് നമുക്ക് റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് പറഞ്ഞ് വന്നതാണ്. അതേപോലെ തന്നെ സെൽഫ് വർക്ക് ചെയ്യണില്ല, ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ മെക്കാനിസം കംപ്ലൈൻറ്റ്, അത് ഫുൾ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് ഫുൾ സെറ്റായിട്ട് മാറ്റാനാണ് പറ്റുള്ളൂ. പിന്നെ സെൽഫൊക്കെ എടുക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാറ്ററി തീരെ ഡൗൺ ആയിട്ടാണ് കാണുന്നത്. 7.25 അതിൻ്റെ വോൾട്ട് കാണിക്കുക. 2023 ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതിൽ ഫുള്ളായിട്ട് നമുക്ക് വോൾട്ട് കുറച്ചുള്ള രീതിയിൽ ചാർജ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. വാറണ്ടി പീരീഡ് ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ചാർജ് ഇറങ്ങി പോയേക്കണമെന്നുള്ള ദിവസം നമുക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ താക്കോൽ ഓൺ ആക്കിയിട്ട് അങ്ങനെയൊക്കെ വന്നുകൂടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ബാറ്ററിയുടെ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ റണ്ണിങ്ങിൽ ഓഫ് ആവണ കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഹെഡിൽ കരി കയറിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ഒന്ന് സ്റ്റാർട്ടായിട്ട് വന്നു, ഇടയ്ക്ക് കട്ട് ഓഫായി പോവാം, എന്ന് വെച്ചാൽ കംപ്രഷൻ ലീക്കായി പോവാം. അതാണ് ശരിക്കും കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് അത് കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഹെഡ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട വർക്കാണ്. ശരിക്കും നമുക്കൊരു 30,000 കിലോമീറ്ററിലാണ് സാധാരണ രീതിയിൽ നമുക്കത് ചെയ്യേണ്ടി വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പരമാവധി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് തീരെ മോശമായ അവസ്ഥയിലാണ്. കംപ്രഷൻ ഒട്ടും കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് എൻജിൻ ഹെഡിൻ്റെ ഭാഗം, എൻജിൻ ഹെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം നമ്മൾ അഴിച്ചാലാണ് അത് എത്രത്തോളം അത് ആ കരിയുടെ പ്രശ്നം പ്രോബ്ലം ആയിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് താമസം വന്ന വർക്കുമാണ് ഡീകാർബണൈസിംഗ് എന്ന് പറയും ആ പ്രോസസ്സിങ്ങിന്. അപ്പോൾ അത് ചെയ്താലാണ് ക്ലിയർ ആവുള്ളൂ. പിന്നെ കാർബറേറ്ററിൻ്റെ കേസായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്യൂണിങ് പക്കയായിട്ട് കിട്ടണില്ല. അപ്പോൾ കാർബറേറ്റർ ഓൾറെഡി അങ്ങനെ വന്ന കേസിൽ നമ്മൾ ട്യൂണിങ് കൃത്യമായിട്ട് നിൽക്കാത്ത സിറ്റുവേഷനിൽ വരുമ്പോൾ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലാണ് പതിവ്. അപ്പോൾ നമുക്കിത് ഹെഡ് അഴിക്കണ കൂട്ടത്തേക്കുള്ള കാർബറേറ്റർ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ട്യൂൺ ചെയ്ത് നോക്കാനാണ് പോകുക. അതിന് ശേഷം ഒരു രീതിയിലും അത് കറക്റ്റ് ട്യൂണിങ്ങിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ തൽക്കാലം നമുക്ക് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം, ആ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് അത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരല്പം താമസം വന്ന വർക്കാണ്. വണ്ടിമേന്ന് എഞ്ചിൻ ഭാഗം അഴിച്ചതിന് ശേഷം വേണം നമുക്ക് ഡീകാർബണൈസിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അത് ചെയ്യുന്ന കൂട്ടത്തേക്കൂടെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് ചെയ്യേണ്ട ഭാഗങ്ങളാണെങ്കിൽ ഗ്രീസ് ചെയ്യും. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ കൂട്ടത്തേക്കൂടെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പം നിലവിൽ നോക്കിയിട്ട് അതൊരു അപ്രൂവൽ തരാണെങ്കിൽ, അതായത് അഴിക്കാനായിട്ടുള്ളൊരു പെർമിഷൻ കിട്ടുകയാണെങ്കിലാണ് നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. അഴിച്ച് നോക്കണം. സാധാരണ രീതിയിൽ നമുക്ക് ഡീകാർബണൈസിങ് ചെയ്യേണ്ടി വരുമ്പോൾ 2,700 തുടങ്ങിയിട്ട് 3,250 വരെ നോർമൽ കേസിൽ വരാറുണ്ട്. വാൽവോ അങ്ങനെ വാൽവ് സീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ വന്ന കോസ്റ്റാണത്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ബാറ്ററിയുടെ കേസ് ഞാൻ ഈ പറഞ്ഞ രീതികളൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ വോൾട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. വളരെ നെഗറ്റീവായ രീതിയിലേക്ക് താഴേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫുൾ ചാർജ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. എന്തായാലും അത് വാറണ്ടി പീരീഡിലുള്ളതാണ്. ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ, ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്കത് വാറണ്ടിയിൽ മാറ്റി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ.